ഹായ് ഓൾ, ഞാനിനി ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്ത ഓരോ സ്കാനിങ്ങും അതിൻ്റെ റിപ്പോർട്ട്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അത് ഓരോ പ്രഗ്നൻസിയിലെയും ഓരോ സ്കാനും പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ പറയുന്ന സ്കാനിനെ പറയുന്ന പേരാണ് വയബിലിറ്റി സ്കാൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി വയബിളാണോ, അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യുമോ, നമുക്കൊരു ലൈവ് പ്രഗ്നൻസി ആയിട്ട് അത് മാറുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു സ്കാനിനെയാണ് നമ്മൾ വയബിലിറ്റി സ്കാൻ എന്ന് പറയുന്നത്. ഈ വയബിലിറ്റി സ്കാൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ നോക്കുന്നത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫീറ്റൽ പോൾ വന്നിട്ടുണ്ടോ, യോഗ് സാക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പം എൻ്റെ സ്കാനിങ്ങിലും ഇതേപോലെ ഫസ്റ്റ് സ്കാൻ ഞാൻ ചെയ്തത് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞ് വന്നു. അപ്പോൾ തന്നെ സ്കാൻ എടുത്തപ്പോൾ എനിക്ക് സ്കാനിങ് പ്രകാരം ഉണ്ടായിരുന്നത് ഒരു 6 വീക്ക് 1 ഡേ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് 6 വീക്ക് 1 ഡേ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്കാനിങ്ങിലാണ് നമുക്ക് ട്വിൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. എത്ര സാക്ക് ഉണ്ടെന്നൊക്കെ നമുക്കപ്പോൾ അറിയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് സിംഗിളാണോ, ഡബിളാണോ, ട്രിപ്ലെറ്റ്സ് അതേപോലെ അത് ഒരു വയബിൾ പ്രഗ്നൻസി ആണോ എന്ന് നമുക്കൊരു 6 വീക്കൊക്കെ ആവുന്ന സമയത്ത് ഏകദേശം അറിയാൻ പറ്റും. എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു സ്കാനിങ് പ്രകാരം എനിക്കൊരു 6 വീക്ക് 1 ഡേയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന എൻ്റെ ആ പ്രഗ്നൻസി റിപ്പോർട്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കാണുന്നത് ഒരു സിംഗിൾ ഇൻട്രാ യൂട്രൈൻ ജെസ്റ്റേഷണൽ സാക്കിൻ്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട് 15.7 mm. ഒരു ചെറിയ സാക്ക് കാണുന്നുണ്ട്. ആ സാക്കിൻ്റെ സൈസും അവർ പറഞ്ഞിട്ടുണ്ട്. ആ സാക്കിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 5 വീക്ക് 6 ഡേയ്സ് അപ്രോക്സിമേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ LMP വെച്ചിട്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ട് 6 വീക്ക് 1 ഡേ വരേണ്ടതാണ്. പക്ഷേ ഗ്രോത്ത് വന്നിരിക്കുന്നത് 5 വീക്സ് 6 ഡേ ആണ്. അതേപോലെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീറ്റൽ പോള് കാണുന്നില്ല, പക്ഷെ ഒരു യോഗ് സാക്ക് കാണുന്നുണ്ട്. ഒരു ഗുഡായിട്ടുള്ള ഒരു യോഗ് സാക്ക് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ യോഗ് സാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വയറ്റിൽ ആവുന്ന സമയത്ത് അതിന് പ്ലാസൻ്റ പോലുള്ള സാധനം ഇതൊന്നും ഡെവലപ്പായിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? ഈ യോഗ് സാക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്. അത് ആ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ യോഗ് സാക്കും വരുന്നത്. കുഞ്ഞിൻ്റെ വലുതാവുന്നതിനനുസരിച്ച് യോഗ് സാക്കിലുള്ള ഫുഡ് കുഞ്ഞ് കൺസ്യൂം ചെയ്ത് യോഗ് സാക്ക് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ യോഗ് സാക്ക് ചുരുങ്ങി പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മദറിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ കുഞ്ഞ് ഡയറക്റ്റ് ന്യൂട്രീഷൻസ് ഒക്കെ എടുക്കാനും സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ഫീറ്റൽ പോൾ ഇല്ല, പക്ഷെ ഒരു യോഗ് സാക്ക് കാണുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ്, അവിടെ ഇൻറ്റേർണൽ OS ഒക്കെ ക്ലോസ്ഡ് ആണ്, കൊറിയോൺ ഡിഫ്യൂസ്, അങ്ങനെ കുറച്ച് ടേംസൊക്കെ പറയുന്നുണ്ട്. ഓവറീസ് പറയുന്നുണ്ട്, അഡ്നൈസൈസ് ഫ്രീ എന്ന് പറയുന്നുണ്ട്, നോ ഫ്രീ ഫ്ലൂയിഡ് ഇൻ ദ പൗച്ച് ഓഫ് ഡോഗ്ലസ് എന്ന് പറയുന്നത്. അതെനിക്ക് എൻ്റെ വേറൊരു പ്രഗ്നൻസിയിൽ ഇതേ സംഭവത്തിൽ ഈ പൗച്ച് ഓഫ് ഡോഗ്ലസിൻ്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് അവർ നമുക്ക് കുറച്ച് ടെൻഷനായതാണ്. അതൊക്കെ ഞാൻ ആ റിപ്പോർട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊരു 3 മന്തിൽ അബോർഷൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ഹാർട്ട് ബീറ്റ് കിട്ടിയില്ല, അല്ലെ ഫീറ്റൽ പോള് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ടെൻഷൻ പിടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ നോർമലാണ്, ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടോ ഒന്നുകൂടി സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടാവും. യോഗ് സാക്ക് ഉള്ളത് തന്നെ ഒരു ഗുഡ് സൈനാണെന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത ഒരു സ്കാനിങ്ങിലോട്ട് വിടുവാണ്. അപ്പോൾ നമ്മളുടെ വയബിലിറ്റി സ്കാനിങ്ങിലാണ് ഈ കുഞ്ഞ് ട്യൂബിലാണോ അതല്ലെങ്കിൽ കറക്റ്റ് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ ആണോ, അത് നല്ലൊരു പ്രഗ്നൻസി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാൻ. ഞാൻ ആ ഒരു സ്കാൻ ചെയ്തത് 22/7 ആണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 ആഴ്ച
കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റത്തെ ചെയ്തത് 10/6 10/6 22/7 തന്നെ ആദ്യത്തെ സ്കാൻ ചെയ്തു. രണ്ടാമത്തെ സ്കാൻ ചെയ്തത് 13/8. ഒരു 2 വീക്സ് ആയില്ല, അതിന് മുമ്പ് തന്നെ പോയി ചെയ്തു. ആ ഒരു സ്കാനിങ്ങിൽ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബേബി ആക്റ്റീവാണ്. ഒരു സിംഗിൾ ജസ്റ്റേഷണൽ സാക്ക് ഉണ്ട് എന്ന് പറയുന്നു. അത് യൂട്രസിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നുണ്ട്. ഫീറ്റൽ പോള് കാണുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ കാർഡിയാക് ആക്ടിവിറ്റി ആൻഡ് മൂവ്മെൻറ്റ് ഡിറ്റക്റ്റഡ്. അപ്പോൾ ആ ഒരു സ്കാനിങ്ങിൽ കാർഡിയാക് ആക്ടിവിറ്റി ആയി, ബേബിയുടെ മൂവ്മെൻറ്റ്സും കിട്ടിത്തുടങ്ങി. ഗ്രോത്ത് പാരാമീറ്റേഴ്സ് ഒരു 8 വീക്ക് 5 ഡേയ്സിനുള്ള ഗ്രോത്ത് പാരാമീറ്റേഴ്സായി. കുഞ്ഞിൻ്റെ CRL എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് ഒരു ലെങ്ത്ത്, കുഞ്ഞിൻ്റെ നീളം, അതാണ് ഈ CRL എന്ന് പറയുന്നത്. അത് 21 mm ആണ്. ആ ഒരു ലെങ്ത്ത് വെച്ചിട്ടാണ് ഇവർ 8 വീക്ക് 5 ഡേ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഉണ്ട്. അത് 188/minute ആണ്. അന്ന് നമുക്കൊരു ഡെലിവറി ഡേറ്റ് എസ്റ്റിമേറ്റഡ് തന്നിട്ടുണ്ട്. അതേപോലെ പ്ലാസൻ്റയുടെ പൊസിഷൻ, ഈ പ്ലാസൻ്റ പൊസിഷനൊക്കെ എല്ലാവരും നോക്കുന്നതാണ്, ഈ ജെൻഡറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ആൻറ്റീരിയർ ആയിരുന്നു എന്ന് പറയുന്നത്. വേറെ പറയുന്ന പോലെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻസും അവിടെ ഉണ്ടായിരുന്നില്ല. സെർവിക്കൽ ലെങ്ത്തും അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. 3.5 centimeters ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഒരു പ്രഗ്നൻസി വയബിളാണ്, വേറെ ഒരു ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഈ 3.5 എന്ന് പറയുന്ന സെർവിക്കൽ ലെങ്ത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു. നമുക്കൊരു നോർമൽ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് എർലി സ്റ്റേജിലൊക്കെ എല്ലാവർക്കും തന്നെ ഒരു 4 above അല്ലെങ്കിൽ കാണും. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്കൊരു 3.5 ആ ഒരു എർലി സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് ഫസ്റ്റ് വയബിലിറ്റി 2 സ്കാനായിട്ടാണ് എനിക്കെടുത്തത്. 2 സ്കാനായിട്ട് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്കാൻ എടുത്ത സമയത്ത് എനിക്ക് ഫീറ്റൽ പോളോ കാർഡിയാക് ആക്ടിവിറ്റിയോ കിട്ടിയില്ല. അതുകൊണ്ടാണ് രണ്ടാമതൊരു സ്കാൻ എടുത്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആ ഡോക്ടർ ഈ വയബിളാണ് എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് NT സ്കാൻ 3 month സ്കാനിലോ 3rd month സ്കാനിലുള്ള ഡേറ്റ് എന്നാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കൂടി പറഞ്ഞു തന്നിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് എൻ്റെ NT സ്കാൻ റിപ്പോർട്ട്സ് കാണാം. അതിലുള്ള ഓരോ ടേംസും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.